2025 ഫെബ്രുവരി 11 ആ രാത്രിയിൽ സ്വന്തം സഹോദരിയോടൊപ്പം ഉറങ്ങാൻ കിടന്നതായിരുന്നു ആ 15 വയസ്സുകാരി. എന്നാൽ രാവിലെ നേരം പുലർന്നപ്പോൾ ആ സഹോദരി എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്റെ 15 വയസ്സുള്ള ചേച്ചിയെ കാണാനില്ല. നോക്കുമ്പോൾ വീടിന്റെ പിൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നുമുണ്ട്. ചേച്ചി പുറത്തു പോയതായിരിക്കുമെന്ന് സഹോദരി കരുതി. ചേച്ചിയുടെ പേര് ഉറക്കെ വിളിച്ചു, പക്ഷെ മറുപടി ഒന്നുമില്ല. അതോടെ പരിഭ്രാന്തിയായ സഹോദരി സ്വന്തം അച്ഛനെയും അമ്മയും വിവരം അറിയിക്കുന്നു. അങ്ങനെ അവർ 3 പേര് വീടിന്റെ ചുറ്റുവട്ടത്തും മറ്റും പെൺകുട്ടിയെ അരിച്ചു പെറുക്കുന്നു. അവിടെ എവിടെയും ഇവർക്ക് ഈ 15 വയസ്സുകാരിയെ കാണാൻ സാധിച്ചില്ല. അതോടെ വരെ ഉറപ്പിക്കുന്നു അവൾ മിസ്സിംഗ് ആയി എന്ന്. ഉടനെ തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. അങ്ങനെ ഈ കുട്ടി മിസ്സിംഗ് ആയി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മറ്റൊരു വാർത്ത കൂടി വരുന്നു. ഈ കുട്ടി മിസ്സിംഗ് ആയിട്ടുള്ള അതേ രാത്രി തന്നെ ഇവരുടെ അയൽവാസിയായിട്ടുള്ള 42-കാരൻ പ്രദീപും മിസ്സിംഗ് ആയിരിക്കുന്നു. അതോടെ എല്ലാവരും ഏകദേശം ഉറപ്പിക്കുന്നു രണ്ടുപേരും പ്രണയത്തിലായിരിക്കും, ഒളിച്ചോടി പോയതായിരിക്കുമെന്ന്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 26 ദിവസങ്ങൾക്കപ്പുറം പിന്നെ എല്ലാവരും കാണുന്നത് ഈ രണ്ടുപേരുടെയും മൃതശരീരമാണ്. കാസർഗോഡ് പൈവളികയിൽ നടന്ന ഇന്നലെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ സെൻസേഷനലായി ചർച്ച ചെയ്ത ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാനിപ്പോ സംസാരിച്ചത്. അതെ, 15 വയസ്സുകാരിയായിട്ടുള്ള ശ്രേയ എന്ന പെൺകുട്ടിയുടെയും 42 വയസ്സുകാരനായിട്ടുള്ള പ്രദീപ് എന്ന ആളുടെയും മരണം. ഇവരുടെ രണ്ടുപേരുടെയും വീട്ടിൽ നിന്നും 200 മീറ്റർ അപ്പുറമുള്ള ഒരു മരത്തിൽ നിന്നും തൂങ്ങിയ നിലയിലാണ് രണ്ടുപേരെയും കണ്ടെത്തുന്നത്. ശരിക്കും എന്തായിരിക്കും അവിടെ നടന്നത്? ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ച് നമുക്കൊന്ന് വിലയിരുത്തി നോക്കാം. എന്തായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ശ്രേയ മിസ്സിംഗ് ആയ വിവരം ആദ്യം അറിഞ്ഞത് അവളുടെ സഹോദരിയാണ്. അതിനുശേഷം അവളുടെ സഹോദരിയും മാതാപിതാക്കളും ചേർന്ന് പരിശോധിച്ചെങ്കിലും അവളെ കണ്ടെത്താനായില്ല. അങ്ങനെ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവർ ആദ്യം ചെയ്തത് അവളുടെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നു. അവൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ വിളിച്ച സമയത്ത് ആദ്യം മൊബൈൽ ഫോൺ റിംഗ് ചെയ്തെങ്കിലും പിന്നീട് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. ഇതിന്റെ കൂട്ടത്തിൽ പ്രദീപ് കൂടി കാണാതായി എന്ന വിവരം അറിഞ്ഞതോടെ രണ്ടുപേരും ഒളിച്ചോടിയതാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു. ആ രീതിയിൽ തന്നെയായിരുന്നു അന്വേഷണം പിന്നീട് തുടർന്നു പോയത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ടവർ ലൊക്കേഷൻ ആയിരുന്നു. അതായത് ഫോൺ സ്വിച്ച് ഓഫ് ആവുന്ന സമയത്ത് ഇവരുണ്ടായിരുന്ന ടവർ ലൊക്കേഷൻ എന്ന് പറയുന്നത് വീടിന്റെ ചുറ്റുപാടുള്ള ഒരു 200 മീറ്റർ അകലെ തന്നെയായിരുന്നു. പക്ഷെ പോലീസിന് എക്സാക്ട് ടവർ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റില്ല. ഈ ഏരിയ മാത്രമേ ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അങ്ങനെ പോലീസ് എന്താക്കി, ടവർ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയ സിഗ്നൽ മാനിച്ച് ഈ വീടിന്റെ ചുറ്റുപാടും ചെറിയ രീതിയിൽ ഒരു പരിശോധന നടത്തുന്നു. ഇവരുടെ വീടിന്റെ ചുറ്റുപാട് എന്ന് പറയുന്നത് 90 ഏക്കർ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് കാടുകളൊക്കെ ഉണ്ട്. എന്തായാലും ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് ചെറിയ രീതിയിൽ അന്വേഷണം നടത്തിയെങ്കിലും പ്രത്യേകിച്ചൊന്നും അവിടുന്ന് കിട്ടിയില്ല. അതോടെ പോലീസ് തെരച്ചിൽ അവസാനിപ്പിച്ചു. അതിനുശേഷം പ്രദീപ് പോകാൻ സാധ്യതയുള്ള കർണാടകയിലുള്ള കുടുംബക്കാരുടെ വീട്ടിലും മറ്റു പല ബന്ധുക്കളുടെ വീട്ടിലുമൊക്കെ ഇവർ അന്വേഷണം നടത്തി. അവിടെ നിന്ന് പ്രദീപ് എത്തിയില്ല എന്നുള്ളതായിരുന്നു അവിടുന്ന് കിട്ടിയ മറുപടികൾ. ഇതോടെ പോലീസ് ഈ കേസിൽ പ്രത്യേകിച്ച് ഒരു തുമ്പും കിട്ടാതെ അന്വേഷണം അവസാനിപ്പിച്ചു. പക്ഷെ ഇതുകൊണ്ടൊന്നും ശ്രേയയുടെ മാതാപിതാക്കൾ വെറുതെ ഇരുന്നില്ല. അവർക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം മകളെയാണ്. അടുത്ത ആഴ്ച SSLC എക്സാം എഴുതേണ്ട കുട്ടിയാണ്. അവരെന്ത് ചെയ്തു? നേരെ കോടതിക്കും മുഖ്യമന്ത്രിക്കും ഒരു പരാതി സമർപ്പിച്ചു. മകളെ കാണാതായ വിഷയത്തിൽ പോലീസുകാരുടെ അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ള രീതിയിൽ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രത്യേകിച്ച് മറുപടി ഒന്നും കിട്ടിയില്ല. അതിൽ അങ്ങനെയല്ല ഉണ്ടാവുള്ളൂ, പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ കോടതിയിൽ നിന്നും മറുപടി ലഭിച്ചു, ഒരു റീഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ. എന്നിരുന്നാലും ഇവിടെ കോടതിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി സമർപ്പിക്കാൻ ഇവരെ കൂടെ നിന്നിട്ടുള്ളത് അവിടുത്തെ സ്ഥല MLA ആയിട്ടുള്ള AKM അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പുള്ളിക്കാരൻ അഭിനന്ദിക്കാതെ വയ്യ. ഈ കുട്ടിയെ കാണാതായെന്ന് അറിഞ്ഞത് തൊട്ട് തുടക്കം മുതലേ ഈ MLA ഇവരുടെ കൂടെ തന്നെ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഇവിടെ പലയിടത്തും ഭൂരിഭാഗം വരുന്ന MLA-മാരുടെ അവസ്ഥ എന്താണ്? ജനങ്ങളുടെ വോട്ടും വാങ്ങി വിജയിച്ച് ഡൽഹിയിലും തിരുവനന്തപുരത്തും ട്രിപ്പ് അടിച്ച് നടക്കും. തെരഞ്ഞെടുപ്പിന് വിജയിച്ച് മുങ്ങിക്കഴിഞ്ഞാണെങ്കിൽ പിന്നെ പൊങ്ങുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിനായിരിക്കും. അങ്ങനെയാണ് കേരളത്തിലെ ഭൂരിഭാഗം MLA-മാരും, അല്ലെ? പക്ഷെ അവർക്കൊക്കെ ഇടയിൽ ഇത്തരം MLA-മാരാണ് വ്യത്യസ്തരായി മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊടിയുടെ നിറം നോക്കാതെ ഇങ്ങനെയുള്ള ആളുകളൊക്കെയാണ് നമ്മൾ വിജയിപ്പിച്ചു വിടേണ്ടത്. എന്നിരുന്നാലും ഈ പാവങ്ങളുടെ കൂടെ നിൽക്കാൻ ഈ MLA കാണിച്ച മനസ്സിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എന്നിരുന്നാലും ഒരു റീഇൻവെസ്റ്റിഗേഷൻ എന്നോണം കഴിഞ്ഞ ഞായറാഴ്ച പോലീസുകാരെന്താക്കി, ഇവരെ കാണാതായ ഏരിയ എന്ന് പറയുന്നത് 90 ഏക്കറോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഏരിയ ആണല്ലോ. പോലീസുകാർക്ക് ഒറ്റയ്ക്ക് എന്തായാലും അവിടെ പോയി പരിശോധന നടത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ നാട്ടുകാരെയും കൂട്ടുപിടിച്ച് പോലീസുകാർ തെരച്ചിൽ ആരംഭിച്ചു. പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ, ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയ അതേ ഏരിയയിൽ നിന്നും തന്നെ രണ്ടുപേരുടെയും മൃതദേഹം ലഭിച്ചു എന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരത്തിൽ കെട്ടി തൂങ്ങിയ നിലയിലാണ് ഇവർ കണ്ടെത്തുന്നത്. ഒരു പക്ഷേ ആദ്യമേ വേണ്ട രീതിയിൽ പോലീസുകാർ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ മുമ്പേ ഇവരെ ലഭിക്കുമായിരുന്നു, അല്ലെ? എന്നിരുന്നാലും ഇരുവരുടെ മൃതദേഹം ലഭിക്കുന്ന സമയത്ത് പോലീസ് പറഞ്ഞത് മൃതദേഹത്തിന് കുറച്ച് ദിവസത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ മൊബൈൽ ഫോൺ ലഭിച്ചിട്ടുണ്ട്. ഞാൻ മൊബൈലിന്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. സ്ക്രീനൊക്കെ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്, അല്ലെ? അതായത് മൊബൈൽ താഴെ വീണ് എവിടെ ശക്തമായി ഇടിച്ചിട്ടുണ്ട് എന്നർത്ഥം. എന്നിരുന്നാലും പെൺകുട്ടിയെ കാണാതായ സമയത്ത് ധരിച്ച വസ്ത്രത്തിൽ തന്നെയാണ് മരണപ്പെട്ട നിലയിലും കണ്ടെത്തിയത്. പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രവും മൊബൈൽ ഫോണും കാണാതായ സമയത്ത് ധരിച്ച ചെരുപ്പുമല്ലാതെ വീട്ടിനകത്ത് നിന്നും ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ്സിലെ മോഡൽ പരീക്ഷയും IT പ്രാക്ടിക്കൽ പരീക്ഷയും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. SSLC മെയിൻ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലായിരുന്നു ഈ കുട്ടി. അതിനിടയിലാണ് ഇങ്ങനെ ദാരുണമായി മരണപ്പെടുന്നത്. എന്നിരുന്നാലും പെൺകുട്ടിയെ ലഭിച്ച സ്ഥലത്തെക്കുറിച്ച് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫെബ്രുവരി 12-ാം തീയതി പുലർച്ചെ കാണാതായ ശ്രുതിയുടെയും പ്രദീപിന്റെയും മൃതദേഹം കണ്ടെത്തിയത് ഈ കുട്ടികൾ ദിവസവും കളിക്കുന്ന ഈ ഗ്രൗണ്ടിനും
പരിസരത്ത് തൊട്ടടുത്ത് വീടുകളും ഉള്ള ഒരു സ്ഥലം അതിൻ്റെ തൊട്ടടുത്തുള്ള അക്കേഷ്യ മരങ്ങളുടെ കൊമ്പിലാണ് എന്നത് ഏറെ ഞെട്ടിക്കുന്നതാണ്. ഇത്രയും ദിവസമായും ഇവിടെ കളിക്കുന്ന കുട്ടികൾക്കോ ഈ പരിസരവാസികൾക്കോ വീട്ടുകാർക്കോ ഈ വിവരം അറിഞ്ഞിരുന്നില്ല. പോലീസിൻ്റെ അന്വേഷണവും ഈ ഭാഗം കേന്ദ്രീകരിച്ചുണ്ടായില്ല. വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വലിയ കാട്, ആ കാടിൻ്റെ പരിസരങ്ങളിലായിരുന്നു പോലീസ് നാട്ടുകാർ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അന്വേഷിച്ചത്. പോലീസ് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചു പരിശോധന നടത്തി. അവരുടെ ഫോണുകൾ, രണ്ടുപേരുടെയും ഫോണുകൾ ആദ്യം റിങ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും അല്ലേ, വളരെ വിസ്തരിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുന്നൊക്കെ ഒരു മൃതദേഹം കണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ അന്വേഷണം നടത്തുക തന്നെ വേണം. പോലീസുകാർ ആ രീതിയിൽ അന്വേഷണം നടത്തിയില്ല. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും എല്ലാവരുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാകും അല്ലേ, കുട്ടിനെ വീടിനടുത്ത് നിന്ന് മാറി 200 മീറ്റർ അകലെ നിന്നാണല്ലോ ഡെഡ് ബോഡി ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ നിന്നുള്ള ദുർഗന്ധം അവിടെ ഉണ്ടാവേണ്ടതല്ലേ? ആ ദുർഗന്ധം കാരണം അവിടെ ഡെഡ് ബോഡി ഉള്ളതായി എല്ലാവരും അറിയേണ്ടതല്ലേ? ഈ ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും ഞെട്ടിച്ച വസ്തുത എന്താണെന്ന് വെച്ചാണെങ്കിൽ ഡെഡ് ബോഡിയിൽ നിന്നും അങ്ങനെ ഒരു ദുർഗന്ധവും ആർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ സംഭവത്തെ ഏറ്റവും ദുരൂഹമാക്കി തീർക്കുന്നതും അത് തന്നെയാണ്. എന്തുകൊണ്ട് ഡെഡ് ബോഡിയിൽ നിന്നും ദുർഗന്ധം വന്നില്ല? ഇതിനുള്ള കാരണമായി പലരും പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് ആയിരുന്നു, അതുകൊണ്ടാകാം ദുർഗന്ധം വരാത്തത് എന്നുള്ളതാണ്. പക്ഷെ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓപ്പൺ സ്പേസ് ആണെങ്കിലും ക്ലോസ്ഡ് സ്പേസ് ആണെങ്കിലും ദുർഗന്ധം എന്തായാലും ഉണ്ടാവും. ഇനിയൊരു പക്ഷേ ഇവർ രണ്ടുപേരെയും വേറെ ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്ന് കെട്ടി തൂക്കിയതാണെങ്കിലും ഇവരുടെ ഡെഡ് ബോഡി കണ്ടെത്തുന്നതിന്റെ 1-2 ദിവസം മുന്നേ ആണെങ്കിലും കെട്ടി തൂക്കിയത്, അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അല്ലെ? എന്തായാലും ഈ ഒരു കാര്യം മിസ്റ്റീരിയസ് ആയി തന്നെ തുടരുകയാണ്. പിന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഈ പ്രദീപും ശ്രേയയും കാണാതാവുന്ന സമയത്ത് രണ്ടുപേരും ഒരുമിച്ചിട്ടുള്ള ഫോട്ടോ ഇവരുടെ സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫോട്ടോസ് എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സുഹൃത്തിനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും പോലീസിന് വലിയ രീതിയിലുള്ള അനാസ്ഥ ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലം എം എൽ എ ആയിട്ടുള്ള AK അഷ്റഫ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരന് പറയാനുള്ള എന്താണെന്ന് കേട്ടോക്കാം. മഞ്ചേശ്വരത്തിന്റെ ഓർമ്മകളിലെ ഏറ്റവും സങ്കടകരമായ ഒരു മരണം നടന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ കുട്ടി ഫെബ്രുവരി 12-ാം തീയതി മിസ്സായതിനു ശേഷം അവർ നിരന്തരമായി എന്നെയും ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ 42-കാരനെ മിസ്സായി. പോലീസ് അതിൻ്റെ തെരച്ചിലും കാര്യം നടത്താൻ വേണ്ടി SP-യും DYSP-യും ബന്ധപ്പെട്ട പോലീസ് ഓഫീസേഴ്സുമായി കോൺടാക്ട് ചെയ്തിരുന്നു. അതിനിടയിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴും അന്വേഷിച്ചപ്പോൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നവർ പറഞ്ഞു. സഭാ സമ്മേളനം കഴിഞ്ഞാൽ ഞാൻ നേരെ ആ വീട്ടിലേക്ക് കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്നു. അവരുടെ വീട്ടിൽ കുറേ സമയം ചെലവഴിച്ചു. അവളുടെ അമ്മയോടും അച്ഛനോടും സംസാരിക്കുമ്പോൾ പിന്നെ 4:30 മണിക്ക് അവൾ കിടന്നുറങ്ങി മിസ്സായ സ്ഥലം കാണിച്ചു തന്നു. അവരൊക്കെ SSLC എഴുതേണ്ട ശ്രേയ എന്തായാലും എവിടെയെങ്കിലും ഉണ്ടാവും സാറ്. അപ്പോൾ പ്രദീപിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, പ്രദീപ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി അച്ഛൻ്റെ ചികിത്സയുമായി ഞങ്ങളുടെ വീട്ടിലെ ഒരാളെപ്പോലെ ഞങ്ങളുമായി സഹായിക്കുന്ന ഒരാളാണ്. മകൾ മിസ്സായ ഉടനെ ആദ്യത്തെ ഓർമ്മ വന്നത് പ്രദീപിനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മൊബൈലിലേക്ക് വിളിക്കുമ്പോൾ പ്രദീപ് ഫോൺ എടുക്കുന്നില്ല. അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു വിളിക്കുന്നു. പിന്നീടാണ് അറിയുന്ന പ്രദീപും കൂടി മിസ്സിങ് ആണെന്ന്. ഞങ്ങൾ പല രീതിയിലും ചോദിച്ചപ്പോൾ എന്തായാലും അവർ എവിടെയെങ്കിലും ഉണ്ടാവും, കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇത്രയും ഒരു നാളുകൾ കഴിഞ്ഞ് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരെ ഈ രീതിയിൽ കണ്ടു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്, വല്ലാത്ത സങ്കടകരമാണ്. ഈ പ്രദേശത്ത് നേരത്തെ തെരച്ചിൽ നടത്തിയിരുന്നില്ല? സത്യത്തിന് ഞാൻ പോലീസുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച 50-അംഗ പോലീസ് ടീം, ഇപ്പോഴും ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് ഇപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് വരെ ഞങ്ങൾ എത്തിയിരുന്നെന്ന് ചില പോലീസുകാർ പറഞ്ഞു. അവർ ഡ്രോൺ പരിശോധന നടത്തി. മൊബൈൽ ലൊക്കേഷൻ അവർ അവസാനമായി ഐഡൻറ്റിഫൈ ചെയ്തത് ഇവിടുത്തെ ഇൻസ്പെക്ടറൊക്കെ പറഞ്ഞിരുന്നു. സർ, വീടിൻ്റെ പരിസരത്ത് തന്നെ ഞങ്ങൾക്ക് ആ രീതിയിൽ ഇടയ്ക്ക് മടിക്കേരിയിൽ എന്നറിയുന്ന ഒരു സംശയം പ്രകടിപ്പിച്ചു. പല രീതിയിലും പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. നമ്മുടെ ഒരു ചോദ്യം, ഇത്രയും ഇതൊരു ഫോറസ്റ്റ് പ്രദേശമൊന്നും അല്ല, ആർക്കും ഏത് സമയത്തും കാണേണ്ട ഒരു സ്ഥലം. നാട്ടുകാരുണ്ട്, ഇവിടെ കളിക്കുന്ന കുട്ടികളുണ്ട്. നമുക്ക് ഇത്രയും ദിവസങ്ങളായി ഇത് കണ്ടില്ല എന്നുള്ളത് വലിയ ഒരു ദുരൂഹത ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പോലീസുകാരന്റെ അന്വേഷണത്തിൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലേ? ഇതേ അതൃപ്തി തന്നെയാണ് നാട്ടുകാരും പ്രകടിപ്പിക്കുന്നത്. പോലീസുകാർ ആദ്യമേ ഉത്സാഹിച്ചിരുന്നെങ്കിൽ ആദ്യമേ ഇത് കിട്ടുമായിരുന്നു എന്നുള്ള രീതിയിൽ. എന്തായാലും ഒരുപാട് വിമർശനങ്ങൾ വന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും പുള്ളിക്കാരൻ പറയാനൊന്ന് കേട്ടോക്കാം. നമുക്ക് ഇതിനകത്ത് മരണത്തിന് മറ്റു സംശയങ്ങളൊന്നുമില്ല. കാരണം അന്നേ ദിവസം തന്നെ ഇവരുടെ മൊബൈൽ ഇവിടെ സ്വിച്ച് ഓഫ് ആയിരുന്നു. അതിൻ്റെ C-ടൈപ്പ് ലൊക്കേഷനാണ് നമുക്ക് കിട്ടിയത്. സാധാരണ A-ടൈപ്പ് ലൊക്കേഷൻ കറക്റ്റ് ആക്യുറേറ്റ് ലൊക്കേഷൻ നമുക്ക് കിട്ടും. പക്ഷേ ഈ C-ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആക്യുറേറ്റ് ലൊക്കേഷൻ കിട്ടിയില്ല. അതിൻ്റെ ഒരു 1 കിലോമീറ്റർ സർഫേസ് ഇതിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് വെച്ച് നമ്മൾ ഈ ഏരിയ തന്നെ 2-3 തവണ സെർച്ച് ഓൾറെഡി ചെയ്തു. ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചു, ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവന്ന് പരിശോധിച്ചു, അതുപോലെ നാട്ടുകാരെ കൂട്ടി ഒരു പരിശോധന കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ നമ്മൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇതിന് കാരണം ഇതിൻ്റെ സ്മെല്ലൊക്കെ വരേണ്ട ഒരു ടൈം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ കാടുകളിലേക്കാണ് പരിശോധന കൂടുതൽ വ്യാപിപ്പിച്ചത്. ഈ സർഫേസിൽ ഈ ഏരിയയിലുള്ള കാടുകളിലേക്ക് ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം ഇവിടെ നിന്ന് വളരെ അടുത്ത് ആൾക്കാർ താമസമുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്.
വളരെ വീടുകളുണ്ട്, മണമൊക്കെ അടിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഉണ്ടാകും. അയൽവക്കത്തെ വീടുകളൊക്കെ തൊട്ടടുത്തുള്ള ആ ഒരു അമ്പലത്തിലൊക്കെ CCTV ഞങ്ങൾ എടുത്തതാണ്. ഇവിടെ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഞങ്ങൾ ചോദിച്ചാണ് മണങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു എന്നുള്ളത്. അവർ നമ്മൾ ഇത് പറയാത്തതുകൊണ്ടാണ് ഇവിടെ ആക്ച്വലി ഇവിടെ എത്താൻ പറ്റാതിരുന്നത് നമുക്ക്. ഓക്കെ, മൂപ്പര് നല്ലോണം ന്യായീകരിച്ച് മെഴുകുന്നുണ്ട് അല്ലേ. ഇവിടെ ആദ്യമേ പോലീസുകാർ ശ്രേയും പ്രദീപും മരിച്ചു എന്നുള്ള രീതിയിലാണ് അന്വേഷണം നടത്തിയത്. അത് തന്നെയാണ് അവർ ഉഴപ്പാനുള്ള കാരണവും. ഇവരെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവനോട് കിട്ടണമെന്ന രീതിയിലാണ് ഇവർ അന്വേഷണം നടത്തിയതെങ്കിൽ ഒരുപക്ഷേ കാര്യങ്ങൾ ഈ രീതിയിലാവില്ലായിരുന്നു. എന്തായാലും ആ റിപ്പീറ്റ് ആക്കാൻ വൻ വീഴ്ച തന്നെയാണ് ഇവിടെ പോലീസിന് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ഇരുവരുടെയും മരണത്തെ ചുറ്റിപ്പറ്റിയുണ്ട് അല്ലേ. എന്തായാലും അന്വേഷണങ്ങളെല്ലാം അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.